നമസ്കാരം. സ്വാമി ശരണം. ടീം തത്വമയി മറ്റൊരു ചരിത്രം കുറിക്കുകയാണ്. ഭഗവാൻ സ്വാമി അയ്യപ്പന് ചാർത്താനുള്ള തിരുവാഭരണ ഘോഷയാത്ര നാളെ പന്തളം വലിയ കോയിക്കൽ കൊട്ടാരത്തിൽ നിന്ന് പുറപ്പെടുകയാണ്. ടീം തത്വമയി സംഘം അതോടൊപ്പം ചേരുന്നു. ഒരു പുണ്യകർമ്മമാണ്. അതിൻ്റെ വിശദാംശങ്ങളും യാത്രയിലെ അനുഭവങ്ങളുമൊക്കെ ടീം തത്വമയി പ്രേക്ഷകരിലേക്ക് എത്തിക്കും. ഇത് തുടർച്ചയായ 7ാം വർഷമാണ് തത്വമയി സംഘം ഈ തിരുവാഭരണ ഘോഷയാത്രയുടെ ഈ പരിപാടി തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. 7ാം വർഷം എത്തിക്കാൻ പോകുന്നു. എല്ലാ പ്രേക്ഷകരും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഈ ഒരു അനുഭവത്തിനായി, പുണ്യ അനുഭവത്തിനായി. ശബരിമലയിലേക്ക് ടീം തത്വമയി സംഘം പുറപ്പെടുകയാണ്. നേരെ പന്തളത്തേക്കാണ് പോകുന്നത്. അവിടുന്ന് ഈ ഒരു സംഘത്തോടൊപ്പം തന്നെ ടീം തത്വമയും ചേരുകയാണ്. പോകുന്ന വഴിക്കെല്ലാം തന്നെ കൃത്യമായ അപ്ഡേറ്റുകളും വിശദാംശങ്ങളും വിവരങ്ങളും ഒക്കെ തന്നെ തത്സമയം പ്രേക്ഷകരിലേക്ക് 7ാം തവണയും തുടർച്ചയായി തത്വമയി എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് എന്നോടൊപ്പം തത്വമയി ടീം MD-യും ചീഫ് എഡിറ്ററുമായ ശ്രീ രാജേഷ് പിള്ള ചേരുകയാണ്. സർ നമസ്കാരം. സ്വാമി ശരണം. സർ, 7ാമത്തെ വർഷം തത്വമയി സംഘം ചരിത്രം കുറിക്കുകയാണ്. ഭഗവാന് ചാർത്താനുള്ള തിരുവാഭരണങ്ങളും പേറിക്കൊണ്ടുപോകുന്ന സംഘത്തിനൊപ്പം നമ്മളും ചേരുകയാണ്. എന്തു പറയുന്നു സർ? തീർച്ചയായിട്ടും ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പരിപാടി അല്ലെങ്കിൽ അങ്ങനെ ഒരു അർത്ഥത്തിലല്ല നമ്മളിത് ചെയ്യുന്നത്. നമുക്കിതൊരു അനുഗ്രഹമാണ്. നമ്മൾ അയ്യപ്പൻ്റെ അനുഗ്രഹത്തോടു കൂടി തുടങ്ങിയ ഒരു ചാനലാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ നാച്ചുറലായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ 7 വർഷങ്ങൾ കൊണ്ട് നമുക്കുണ്ടായ ഒരു വലിയ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ തിരുവാഭരണ ഘോഷയാത്ര ആ ടീമിൻ്റെ ഭാഗമായിട്ട് മാറിക്കഴിഞ്ഞു. അപ്പോൾ അതിൽ പോലീസുകാരുണ്ട്. ഈ തിരുവാഭരണം തീർച്ചയായിട്ടും അത് അവിടെ സന്നിധാനം വരെ എത്തിക്കുന്ന അയ്യപ്പന്മാരുണ്ട്. അവർ വലിയ വ്രത അനുഷ്ഠാനങ്ങളോടുകൂടിയാണ് അതിൽ പോകുന്നത്. അവർക്ക് സംരക്ഷണം കൊടുക്കുന്ന പോലീസുകാരുണ്ട്, മറ്റ് ദേവസ്വം ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവരുടെ എല്ലാം ഭാഗമായിട്ട് ടീം തത്വമയി മാറിക്കഴിഞ്ഞു. വേറെ ആർക്കും ലഭിക്കാത്ത ഒരു വലിയ സ്ഥാനമാണത്. ആ അർത്ഥത്തിൽ അതൊരു വലിയ നേട്ടമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. രണ്ടാമത്തെ കാര്യം, ഇതിനുവേണ്ടി കാത്തിരിക്കുന്ന പ്രേക്ഷകരുണ്ട് ലോകമെമ്പാടും. ഇപ്പം ഈ വർഷം നടത്തുന്നില്ലേ, ഈ വർഷം നിങ്ങളുടെ തിരുവാഭരണ ഘോഷയാത്ര ഇല്ലേ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ലോകമെമ്പാടുമുണ്ട്. അപ്പോൾ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ അംഗീകാരമാണ്, ഒരു വലിയ അനുഗ്രഹമാണ്. പിന്നെ ഈ യാത്രയുടെ അനുഭവങ്ങൾ, യാത്രയിലെ നമ്മൾ നേരിടുന്ന എന്താ പറയുക, ചലഞ്ചസ് എന്ന് പറയാവുന്ന വെല്ലുവിളികൾ, ഇത്തരം കാര്യങ്ങളൊക്കെ എന്നേക്കാൾ കൂടുതൽ സനോജിനാണ് ആയിരിക്കും പറയാൻ സാധിക്കുക. കാരണം കഴിഞ്ഞ 6 വർഷങ്ങളായി ഇപ്പോൾ 7ാം വർഷവും സനോജാണ് ഈ യാത്രയോടൊപ്പം സഞ്ചരിക്കുന്നത്. അപ്പോൾ സനോജ് അത് കൂടുതൽ വിശദമായി ടീം തത്വമയുടെ ഈ തിരുവാഭരണ ഘോഷയാത്ര തത്സമയം ഈ പരിപാടിക്ക്, ഈ സംഘത്തിന് നേതൃത്വം കൊടുക്കുന്നത് തത്വമയി TV ഡയറക്ടർ കൂടിയായ ശ്രീ സനോജ് MS ആണ്. സനോജാണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യുന്നതും ഏകോപിപ്പിക്കുന്നതും സംഘത്തിന് നേതൃത്വം കൊടുക്കുന്നതും. സനോജിൻ്റെ കൂടെയുള്ള നമ്മുടെ തത്വമയി ടീം പ്രവർത്തകരുമുണ്ട്. ഈ ഒരു അനുഭവത്തെക്കുറിച്ചും ഇനി നാളെ മുതൽ ഉണ്ടാകാൻ പോകുന്ന ആ ഒരു പുതിയ അനുഭവത്തെക്കുറിച്ചുമൊക്കെ സനോജിനോട് തന്നെ ചോദിക്കാം. സനോജ് ഭായ്, ഒരു പുണ്യവ്രതത്തിൻ്റെ ഭാഗം കൂടിയാണിത്, ഒരു പ്രാർത്ഥനയുടെ ഭാഗം കൂടിയാണ്. തിരുവാഭരണ സംഘത്തോടൊപ്പം അവരുടെ ഭാഗമായി സഞ്ചരിക്കാൻ കഴിയുന്നു എന്നത് സാറ് പറഞ്ഞതുപോലെ ഒരു പുണ്യമാണ്, ഭാഗ്യമാണ്. എന്ത് തോന്നുന്നു? സ്വാമി ശരണം. ലോകമെമ്പാടുമുള്ള, നേരത്തെ രാജേഷ് പിള്ള സാർ സൂചിപ്പിച്ചതുപോലെ, ലോകമെമ്പാടുമുള്ള അയ്യപ്പ ഭക്തർ ഒരു വലിയ കാത്തിരിപ്പിലാണ്. കാര്യം ഈ പന്തളത്ത് തന്നെയുള്ള നിരവധി പ്രവാസികളുണ്ട്. അവർക്കൊക്കെയും ഈ കാഴ്ചകൾ ഗൃഹാതുരത ഉണർത്തുന്ന ഒരു കാഴ്ചകളാണ്. അത് പലരും നമ്മളെ നേരിട്ട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അവരുടെ ഔദ്യോഗികമായ തിരക്കുകൾ കാരണം പലപ്പോഴും നാട്ടിലെത്താൻ കഴിയാതെ പോകുന്നു, അവർക്ക് ഈ കാഴ്ചകളൊക്കെ മിസ്സാകുന്നു. പക്ഷേ അവർക്ക് ആ കാഴ്ചകൾ നഷ്ടമാകുന്നില്ല. പണ്ടവർ കണ്ട ആ കാഴ്ചകളൊക്കെയും അവരുടെ വിരൽത്തുമ്പിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു വലിയ നിയോഗമാണ് നമ്മൾ ഓരോ വർഷവും ഏറ്റെടുത്ത് ചെയ്യുന്നത്. ഇതൊരു ശരിക്കും രാജേഷ് സാറ് പറഞ്ഞതുപോലെ ഒരു ചാനലിൻ്റെ ലൈവ് എന്നതിൽ ഉപരിയായിട്ട് നമുക്ക് മാത്രം കിട്ടുന്ന ഒരു നിയോഗമായിട്ട് കാണാനാണ് ഇത് ശ്രമിക്കുന്നത്. പ്രത്യേകിച്ചും 6 വർഷം തുടർച്ചയായി നമ്മളത് ചെയ്തു. ഏറ്റവും പ്രതികൂല കാലഘട്ടം, കോവിഡ് കാലഘട്ടം, നമുക്കറിയാം. അന്ന് എല്ലായിടവും സ്തംഭനമായിരുന്ന സമയമാണ്. എന്നിട്ട് പോലും അക്കുറി പോലും നമ്മൾ പരിമിതമായ സംഘങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അന്ന് ഈ ലൈവ് ടെലികാസ്റ്റിംഗ് വളരെ മനോഹരമായി തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. അങ്ങനെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പോലും നമ്മൾ ഇതിനൊരു മുടക്കം വരാതെ ഒരു തുടർച്ച ഇതിന് ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ബാക്കി പത്രം തന്നെയാണ് ഇന്ന് ഇപ്പോൾ നമ്മൾ ഈ പന്തളത്തേക്ക് തിരിക്കുന്നത്. നാളെ മുതൽ തത്സമയ കാഴ്ച ഒരുക്കുന്നത്. സുഹൃത്തിന് അറിയാമല്ലോ, നമ്മളിപ്പോൾ മറ്റ് ലൈവ് ഒരുക്കുന്നത് പോലെയല്ല. ഇതിൽ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈവൻ ഓരോ കാര്യങ്ങളും, നമ്മളെ ക്രൂ മെമ്പേഴ്സിൻ്റെ ഒരു എനർജി ലെവൽ, അതുപോലെ തന്നെ കാലാവസ്ഥ,
പോകുന്ന സ്ഥലങ്ങളിലുള്ള റേഞ്ചിൻ്റെ സംവിധാനം, ഈ നെറ്റ് സംവിധാനത്തിലൂടെയാണ് നമ്മൾ എത്തിക്കുന്നതെന്ന് പറയുമ്പോഴും 5Gയുടെ സമയമാണെങ്കിൽ കൂടിയും പത്തനംതിട്ടയിലെ ഏറ്റവും റിമോട്ടായിട്ടുള്ള ഏരിയയിൽ കൂടിയാണ് ഈ ഒരു ഘോഷയാത്ര കടന്നു പോകുന്നത്. നാടും കാടും അതിർ പങ്കിടുന്ന സ്ഥലങ്ങളിലൂടെ അവസാനത്തെ ഒരു ദിവസം കാട്ടിലേക്ക് മാത്രം കടക്കുന്ന കാഴ്ച. അപ്പോൾ തന്നെ വലിയ വെല്ലുവിളികൾ ഇതിനകത്തുണ്ട് നമ്മളെ ഈ ടെലികാസ്റ്റിങ്ങിൽ. അപ്പോൾ അതിനെയൊക്കെ അതിജീവിച്ച് പോകാൻ കഴിയുന്നുള്ള വിശ്വാസത്തിലാണ് നമ്മൾ ഓരോ വർഷവും ഇതിൻ്റെ സാങ്കേതിക മേന്മ കൂടുതൽ മെച്ചപ്പെടുത്തിക്കൊണ്ടാണ് ഓരോ വർഷവും ഇത് അണിയിച്ചൊരുക്കുന്നത്. ഇക്കുറിയും പതിവ് തെറ്റിക്കാതെ ഇതിൻ്റെ സാങ്കേതിക മേന്മ കൂടുതൽ ഭംഗിയാക്കിക്കൊണ്ട് തന്നെ ഭക്തരിലേക്ക് ഈ ഒരു കാഴ്ചകൾ എത്തിക്കാനുള്ള ഒരു ഡിസൈനാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തായാലും തത്വമയി ടീം അവർ അഹോരാത്രം അടുത്ത 3 ദിനരാത്രങ്ങൾ 83 കിലോമീറ്ററാണ് പന്തളം മുതൽ സന്നിധാനം വരെ. അപ്പോൾ 83 കിലോമീറ്ററുകൾ 3 ദിനരാത്രങ്ങൾ, അതും ഈ തിരുവാഭരണ യാത്രാ സംഘത്തോടൊപ്പം ഉണ്ടുറങ്ങി അവർക്കൊപ്പം ഭജന പാടി ആ തീർത്ഥയാത്രാ സംഘത്തിൽ ലയിച്ചുകൊണ്ട് തന്നെ അതേ ഒരു മനോഭാവത്തോടു കൂടി തന്നെയാണ് നമ്മൾ ഈ ഒരു തത്സമയ കാഴ്ചയും പ്രേക്ഷകർക്കായി ഒരുക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു യഥാർത്ഥ സ്പന്ദനം, ഈ എന്താണ് തിരുവാഭരണ ഘോഷയാത്ര, വെറുതെ പന്തളത്ത് നിന്നും സന്നിധാനത്തേക്ക് നടക്കുന്ന ഒരു ഘോഷയാത്ര എന്നതിലുപരി ഇത് എവിടെയൊക്കെ എന്തൊക്കെയാണ് ഇതിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾ, എവിടെയൊക്കെയാണ് ഇതിന് സ്വീകരണങ്ങൾ ലഭിക്കുന്നത്, എവിടെയൊക്കെയാണ് ഇതിന് പ്രത്യേകമായ പരിഗണന, ഈ തിരുവാഭരണം കടന്നു പോകുമ്പോൾ പോകുന്ന വീഥികളിൽ മറ്റ് മതസ്ഥരായിട്ടുള്ളവരുടെ വീടുകളിൽ പോലും തിരുവാഭരണം ഇറക്കി വയ്ക്കുന്ന ചില ഒറ്റപ്പെട്ട കാഴ്ചകളൊക്കെ ഉണ്ട്. അതൊക്കെ ആദ്യമായി ലോകത്തിന് മുന്നിൽ എത്തിക്കുന്നത് തത്വമയിയാണ്. അതിനുശേഷം ഇതാ വീണ്ടും ആ കാഴ്ചകളുടെയൊക്കെ തനിയാവർത്തനം വീണ്ടും വരികയാണ്. അടുത്ത 3 ദിവസങ്ങളിലായി ഈ കാഴ്ചകൾ നമ്മൾ പ്രേക്ഷകർ ലോകമെമ്പാടുമുള്ള ഭക്തരിലേക്ക് എത്തിക്കാനുള്ള വൻ സജ്ജീകരണവുമായിട്ടാണ് നമ്മുടെ പ്രൊഡക്ഷൻ വാൻ ഇവിടെ നിന്നും പന്തളത്തേക്ക് യാത്രയാകുന്നത്. അതുമാത്രമല്ല, തിരുവനന്തപുരം സെൻട്രൽ ഡെസ്കിലും ഇതിനു വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ടീം ഉണ്ടാകും. കാര്യം ഇതിൻ്റെ ഒരു സെൻട്രൽ കോർഡിനേഷൻ നടക്കുന്നത് ഇവിടെയാണ്, നമ്മുടെ ഇവിടുത്തെ PCR-ലാണ്. അപ്പം അവിടെ നിന്നുള്ള സിഗ്നലുകൾ ഇടതടവില്ലാതെ ഇവിടെ എത്തും. മാത്രമല്ല, ശബരിമലയിൽ മകരവിളക്ക് കഴിയുന്നത് വരെ, അതായത് നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് തിരുവാഭരണം എടുക്കുന്നത് മുതൽ മറ്റന്നാൾ 14-ാം തീയതി വൈകിട്ട് മകരസംക്രമ സന്ധ്യയിൽ തിരുവാഭരണങ്ങൾ അണിയിച്ച് ദീപാരാധന നടക്കുന്ന വേളയിൽ പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയുന്നത് വരെയുള്ള ദൃശ്യങ്ങൾ HD ദൃശ്യ മികവോട് തന്നെ ലോകത്തിലെവിടെയുമുള്ള അയ്യപ്പ ഭക്തർക്ക് അവരുടെ വിരൽത്തുമ്പിൽ കിട്ടത്തക്ക വിധമാണ് നമ്മളിത് വിഭാവനം ചെയ്തിരിക്കുന്നത്. സുഹൃത്തുക്കൾ, തീർച്ചയായിട്ടും തത്വമയി സംഘം പുറപ്പെടുകയാണ് ഒരു ദൗത്യത്തിനായി. തീർച്ചയായിട്ടും ഇതൊരു പരിപാവനമായ ദൗത്യമാണ്. 7ാമത്തെ തവണ, തുടർച്ചയായി 7ാമത്തെ വർഷമാണ് ഈ തിരുവാഭരണ ഘോഷയാത്രയും അതിൻ്റെ വിശദാംശങ്ങളുമൊക്കെ വെളിപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട്, പ്രേക്ഷകരിലേക്ക്, ഭക്തജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് തത്വമയി സംഘം ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ പ്രാർത്ഥനയുണ്ടാകണം, ആശംസകൾ ഉണ്ടാകണം, അനുഗ്രഹമുണ്ടാകണം. തീർച്ചയായിട്ടും ഭഗവാൻ സ്വാമി അയ്യപ്പൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ടീം തത്വമയി സംഘം ഇതാ പുറപ്പെടുകയായി. തിരുവാഭരണ ഘോഷയാത്ര തത്സമയം അതിൻ്റെ വിശദാംശങ്ങൾ സനോജ് ഭായി പറഞ്ഞതുപോലെ അതിൻ്റെ ആചാരക്രമങ്ങൾ ഒക്കെ തന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ. സ്വാമി ശരണം. പവേഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyothis Building Promoters Private Limited, Thiruvananthapuram.